ഹായ് മുത്തുമണീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നൂൽക്കോൽ കൊണ്ടുള്ള അടിപൊളി കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ കുറുമ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 നൂൽക്കോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ കോല് പോലുള്ള ഇതുണ്ടല്ലോ, അതൊന്ന് ആദ്യം പൊട്ടിച്ച് കളയണേ. എന്നിട്ട് അതിൻ്റെ 2 ഭാഗം ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ചെത്തി കൊടുക്കുക കേട്ടോ. ഇനി ഒരു പീലറോ കത്തി എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ വരുന്ന പച്ച കളറിലുള്ള തൊലില്ലേ, അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതുപോലെ ചെത്തിയിട്ടെടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ പീലർ വെച്ചിട്ടാണ് ചെത്തിയെടുക്കണത്. പീലറോ കത്തി എന്ത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അതുപോലെ ചെത്തിയിട്ട് നക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു വെജിറ്റബിൾസ് ആട്ടോ അത്. ഇത് കഴിക്കണമെങ്കിൽ ജോയിൻ്റ് പെയിനൊക്കെ ഉള്ളവർക്ക് അത് മാറി കിട്ടാനും ഇതിനൊക്കെ നല്ലതാണെന്ന് കേട്ടോ പറയണത്. അപ്പോൾ ഇതുപോലെ ഇത് നന്നാക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ആ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് കളയണേ, കോലുകൾ ഇങ്ങോട്ടാട്ടോ തൊലി ചെത്തി കളയേണ്ടത്. ഞാൻ ഈ 3 നൂൽക്കോസ് നന്നാക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നാക്കി ഒന്ന് കഴുകിയതിന് ശേഷം കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിവിടെ നന്നാക്കി ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഉണ്ടാക്കി മുറിച്ചിട്ടുണ്ട്. ഇതിന് നീളത്തിന് ഇങ്ങനെ വരട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. അതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. എൻ്റെ കട്ടിംഗ് ബോർഡ് കേടന്ന് പോയിട്ട് പൊട്ടി പോയിട്ടോ, മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ്. ഇനിയിപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ വാങ്ങിയിട്ട് വേണം. അതുകൊണ്ടാട്ടോ കയ്യിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണത്. എനിക്കാണെങ്കിൽ കയ്യിൽ വെച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അതുപോലെ ഈ ഒരു വലുപ്പത്തിലാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതുപാടെ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് കുറുമ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കണത്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം അതിലേക്ക് 3 ഏലക്കയും 3 ഗ്രാമ്പും പിന്നെ 2 ചെറിയ കഷ്ണം പട്ടയും പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന സ്റ്റാറില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നാക്കി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മളെ കുറുമക്ക നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. ഇനി 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാളിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആണ് വരെ നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മളെ സവാളിൻ്റെ കളർ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നേരം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മളെ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ പച്ചമണം പോയി നമ്മളെ സവാള നന്നാക്കി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മളെ മസാലേൻ്റെ പച്ചമണൊക്കെ പോണത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മളെ മസാലിൻ്റെ പച്ചമണൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നൂൽക്കോലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നൂൽക്കോൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ടേ. പിന്നെ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇപ്പം ഞാൻ അതുപോലെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നയിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നയിച്ച് കൊടുക്കണ്ടേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ പാനിൽ തന്നെ കേട്ടോ വേവിച്ചെടുക്കണത്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കണ്ടേ. ഇനി നമുക്കത് വേവണ നേരം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ചിരവെടുത്ത് ഇത് മിക്സിയുടെ ജാർക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണ്ടേ. 10 അണ്ടിപ്പരിപ്പ് കുതിർത്തതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണേ, അപ്പോൾ ആ കുറുമൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിവിടെ നന്നായിട്ടൊന്ന് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ നൂൽക്കോസൊക്കെ ഇവിടെ നന്നാക്കി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല, നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ അരച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി മിക്സീൻ്റെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി നീക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജാറിൽ കുറച്ച് തേങ്ങയൊക്കെ പറ്റി പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ ചുഴറ്റിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി ഒരു തവി വെച്ചിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണ്ടേ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക്
ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ. കൂടുതൽ സമയം തിളക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ. തേങ്ങ ഒഴിച്ചിട്ട് പിന്നെ കറി കൂടുതൽ സമയം തിളക്കാൻ പാടില്ലേ. തിളച്ചാൽ കറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ടും തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ടും തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. ഇനി തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നൂൽക്കോൽ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുമ ഉണ്ടത്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു വെജിറ്റബിൾസ് ആട്ടോ ഈ നൂൽക്കോൽ എന്ന് പറയണത്. പ്രത്യേകിച്ച് ജോയിന്റ് പെയിൻ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. ജോയിന്റ് പെയിൻ ഒന്ന് മാറിക്കിട്ടാൻ ഇതിനൊക്കെ നല്ലതാണെന്ന് കേട്ടോ പറയണത്. അപ്പോൾ എല്ലാവരും ഇനി നൂൽക്കോല കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതുപോലെ കുറുമൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.